എന്റർടൈൻമെന്റ് ന്യൂസ് കാണാം. അമീർ നിയാസിനെ പ്രധാന കഥാപാത്രമാക്കി റനീഷ് യൂസഫ് കഥയും സംവിധാനവും നിർവഹിച്ച തേറ്റ എന്ന ചിത്രം ജൂൺ 20 തിയേറ്ററുകളിലേക്ക് എത്തും. വല്ലിക്കാട്ടിൽ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ വിനോഷ് ഗോപി, റനീഷ് യൂസഫ് എന്നിവർ നിർമ്മിക്കുന്ന ചിത്രത്തിന് അരവിന്ദ് പ്രീതയാണ് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. കുറച്ചുപേർ കാടിനകത്ത് എത്തിപ്പെടുന്നതും പിന്നീടുള്ള സംഭവങ്ങളുമാണ് ഇതിവൃത്തം. MP പത്മകുമാർ, ശരത് വിക്രം, അജീഷ പ്രഭാകർ, ഭദ്ര തുടങ്ങിയവരും പ്രധാന വേഷങ്ങളിലെത്തുന്നു. കന്നഡ നടൻ ഋഷഭ് ഷെട്ടി പ്രധാന കഥാപാത്രമാകുന്ന കാന്താര ചാപ്റ്റർ 1 സിനിമയുടെ സെറ്റിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു. തുടർച്ചയായി ഉണ്ടാകുന്ന അപകടങ്ങളിൽ വിശദീകരണം ആവശ്യപ്പെട്ട് അണിയറ പ്രവർത്തകർക്ക് നോട്ടീസ് നൽകി. കഴിഞ്ഞ ദിവസം ലൊക്കേഷനിൽ ബോട്ട് മറിഞ്ഞുണ്ടായ അപകടത്തിലാണ് ഹൊസനഗര തഹസിൽദാർ വിശദീകരണം തേടിയത്. ചിത്രീകരണത്തിനിടെ ഉണ്ടായ അപകടത്തെക്കുറിച്ച് വ്യക്തത വരുത്തണമെന്നും ചിത്രീകരണത്തിനുള്ള അനുമതി രേഖകൾ സമർപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ദിലീഷ് പോത്തൻ, റോഷൻ മാത്യു എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ഷാഫി കബീർ ചിത്രമായ റോന്തിന് റിലീസ് ചെയ്ത ആദ്യ വാരാന്ത്യത്തിൽ മികച്ച കളക്ഷൻ. ആദ്യ 3 ദിവസം കൊണ്ട് ചിത്രം 5 കോടി ബോക്സ് ഓഫീസിൽ ഇടം പിടിച്ചു. പ്രേക്ഷകരുടെ വലിയ പിന്തുണ ലഭിക്കുന്നതിനോടൊപ്പം റോന്തിനെ 2025 മികച്ച ഇന്ത്യൻ ചിത്രമായി ചില നിരൂപകർ വിലയിരുത്തുകയും ചെയ്യുന്നു. യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള എന്ന ചലച്ചിത്രം വെള്ളിയാഴ്ച തിയേറ്ററുകളിലെത്തും. ചെമ്പരത്തിപ്പൂവ്, ഉപചാരപൂർവ്വം, ഗുണ്ട ജയൻ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം അരുൺ വൈഗ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള. മൈക്ക്, ഖൽബ്, ഗോളം എന്നീ ചിത്രങ്ങൾക്ക് ശേഷം രഞ്ജിത്ത് സജീവ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ചിത്രമാണ് ഇത്. രഞ്ജിത്ത് സജീവ്, ജോണി ആന്റണി, സാരംഗി ശ്യാം, ഇന്ദ്രൻസ്, മനോജ് കെ ജയൻ, അൽഫോൺസ് പുത്രൻ, മഞ്ജു പിള്ള എന്നിവർ പ്രധാന വേഷങ്ങളെ അവതരിപ്പിക്കുന്നു. തമിഴ് ഗായിക കെനീഷ ഫ്രാൻസിസിന്റെ പുതിയ സംഗീത വീഡിയോയിൽ വേഷമിട്ടിരിക്കുകയാണ് തമിഴ് നടൻ രവി മോഹൻ. അൻഡ്രും ഇൻഡ്രും എന്നു പേരുള്ള സംഗീത ആൽബത്തിന് കെനീഷ തന്നെയാണ് ഈണമിട്ടതും പാടിയത്. കെനീഷയും വീഡിയോയിൽ അഭിനയിച്ചിട്ടുണ്ട്. തേജോ ഭരദ്വാജ് സംവിധാനം ചെയ്ത ആൽബം യാൻചൻ ആണ് നിർമ്മിച്ചിരിക്കുന്നത്. രവി മോഹനും കെനീഷയും തമ്മിൽ ഗോസിപ്പ് തുടരുന്നതിനിടെയാണ് ഇരുവരും ഒന്നിച്ച പുതിയ സംഗീത ആൽബം പുറത്തിറങ്ങിയത്. പ്രവീൺ നാരായണൻ സംവിധാനം ചെയ്ത് സുരേഷ് ഗോപി അഭിഭാഷകന്റെ വേഷത്തിലെത്തുന്ന കോർട്ട് റൂം ത്രില്ലർ ചിത്രമായ ജാനകി സ്റ്റേറ്റ് ഓഫ് കേരള ജൂൺ 27 തിയേറ്ററുകളിലെത്തും. കാർത്തിക് ക്രിയേഷൻസുമായി സഹകരിച്ച് കോസ്മോസ് എന്റർടൈൻമെന്റ് നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ നിർമ്മാതാവ് ജെ ഫനീന്ദ്രകുമാറാണ്. ബംഗാളി സംവിധായകനും നിർമ്മാതാവുമായ അഭിജിത്ത് ആദ്യയുടെ ആദ്യത്തെ മലയാള ചിത്രമായ ആദ്രിക ജൂൺ 20 റിലീസ് ചെയ്യും. ഐറിഷ്, ബോളിവുഡ്, മലയാളി താരങ്ങളാണ് പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നത്. ദി ഗാരേജ് ഹൗസ് പ്രൊഡക്ഷൻ UK മാർഗരറ്റ് SA എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. മൂന്നാം വാരത്തിലും തിയേറ്ററിൽ വിജയക്കുതിപ്പ് തുടരുന്ന ആസിഫ് അലിയുടെ ചിത്രം ആഭ്യന്തര കുറ്റവാളിയുടെ സക്സസ് പ്രൊമോ സോങ് പുറത്തിറങ്ങി. ക്രിസ്റ്റി ജോബിയാണ് സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. മനു മഞ്ജിത്ത്, മലയാളി മങ്കീസ് എന്നിവരാണ് തീനാളം എന്ന ഗാനത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത്. സഹദേവൻ എന്ന കേന്ദ്ര കഥാപാത്രത്തിൽ ആസിഫ് അലിയുടെ പ്രകടനത്തിനൊപ്പം സിദ്ധാർത്ഥ് ഭരതൻ, ഹരിശ്രീ അശോകൻ, ജഗദീഷ്, അസീസ് നെടുമങ്ങാട് എന്നിവരും പ്രധാന വേഷങ്ങളിലെത്തുന്നു.